ഹലോ, എല്ലാവർക്കും അടുക്കള.com-ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാൽവാഴക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ നോമ്പ് കാലങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണല്ലോ പാൽവാഴക്ക. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാഗോ സീഡ്സ്. അതിന് പല പേരാണ് പല സ്ഥലങ്ങളിലും. ഞങ്ങളിവിടെ ഇതിന് പറയാം സാബൂനരി എന്നൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പരുവം ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവും. അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. 3-4 മിനിറ്റോളം ഇതിങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ പശപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പാൽവാഴക്കയുടെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓതൻറ്റിക്കായിട്ട് പാൽവാഴക്ക ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരുപാട് ആളുകൾ കണ്ടിട്ട് എനിക്ക് നല്ല കമൻസൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പാൽ എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോകുന്നതൊക്കെ. അപ്പോൾ പഴം നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിലും പാല് പിരിഞ്ഞു പോകും. അതുപോലെ നമ്മൾ ഈ പാൽവാഴക്ക ഉണ്ടാക്കുന്ന പാത്രം, അത് നമ്മൾ കറി വെച്ച പാത്രമൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പാല് പിരിഞ്ഞു പോകും. നമ്മളിതിന് സാധാരണ പായസം ഉണ്ടാക്കുന്ന പാത്രമോ അല്ലെങ്കിൽ കറികളൊന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് പാത്രത്തിട്ട് ഉണ്ടാക്കുന്നതാവും നല്ലത്. ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, ചെറിയ കഷ്ണങ്ങളായിട്ട്. അങ്ങനെ 3 പഴങ്ങളും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു പാന് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടിഭാഗം കട്ടിയുള്ള പാന് വേണം അടുപ്പിൽ വെക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇല്ല കേട്ടോ, 1/2 കപ്പ് ഫുൾ എടുത്തിട്ടില്ല. ഇതിനി നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമാണ്. അത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കരിഞ്ഞിട്ട് ഒരു കയ്പ്പ് രസം വരും. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാകും നല്ലത്. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ബട്ടർ ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. അത് ഇങ്ങനെ സാധാ കാരമലൈസ് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്തതാണ്, അതുകൊണ്ടത് നല്ലോണം പൊട്ടിത്തെറിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം വെന്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പഴത്തിന് ചെറുതായിട്ട് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുവോളം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് മാറ്റി വെക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് പാകമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഈ മധുരം മതി, അതുകൊണ്ട് ഇനി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. അതങ്ങനെ വെച്ചിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന്
ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. എന്താ ഇതുപോലെ ഈ ഒരു കുറുകിയ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് തണുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കുറുകൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് പാൽവായ്ക്കയിലേക്ക് ഇടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഞാൻ പാൻ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് പഴം എൻ്റെ പാൽവാഴക്ക ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. അത് ഞാൻ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ പഴം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം മുന്തിരി കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മുടെ പാൽവാഴക്ക ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ഈ പഴങ്ങളും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാൽവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.